ചേനം തരിശുപടവ് റോഡിൽ വഴിവിളക്ക് പൂർത്തീകരണം നടന്നു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു. വിഷയം എന്ന് പറഞ്ഞത് നമ്മുടെ 2022-23 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിലാണ് നമ്മൾ ഈ ഫണ്ട് വെച്ചിരുന്നത്. ആ ഫണ്ട് വയ്ക്കാൻ കാരണം നമ്മൾ പാർലം പഞ്ചായത്തിൽ ഈ ആശിച്ച് പറഞ്ഞതുപോലെ തന്നെ കുടിവെള്ളത്തിനും ലൈറ്റിനും മുൻഗണന നൽകിക്കൊണ്ടാണ് നമ്മൾ ഇത് ആലോചിക്കാനുള്ള കാരണം. അതിലാലോചിച്ചപ്പോൾ നമ്മുടെ പാർലം പഞ്ചായത്തിലെ നമ്മുടെ ചേനം ഈ പ്രദേശവും അതുപോലെ തന്നെ നമ്മുടെ ശാസ്താംകടവ്, നമ്മുടെ മറ്റേ അരിമ്പൂര് പഞ്ചായത്തിൽ കിടക്കണ ആ ഭാഗം കുറച്ച് ഏരിയ ഇതേപോലെ ഉണ്ട്. അതുപോലെ 2-3 ഭാഗം ആശേച്ചിയുടെ കുറച്ച് ഭാഗം, ജെയിംസ് മാഷ വാർഡിൻ്റെ കുറച്ച് ഭാഗം, അങ്ങനെ 2-3-4 സ്ഥലങ്ങൾ ഇങ്ങനെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആലോചിച്ചപ്പോൾ തോന്നി അതൊരു പ്രോജക്റ്റായി നടപ്പിലാക്കിയാൽ നമ്മുടെ ഈ പാർലം പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തീർന്നു കിട്ടും എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ പ്ലാൻ തയ്യാറാക്കിയത്. 2023-24 ഈ ഫണ്ട് വെച്ചിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ KSEBിൽ കൊടുത്തു. എസ്റ്റിമേറ്റ് തന്നപ്പോൾ നമുക്ക് വൈകി. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,99,500 രൂപ വകയിരുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. ഈ പദ്ധതി നിർവഹണത്തിലൂടെ ചേനം ഗ്രാമവാസികളുടെ ഏറെക്കാലത്തെ ചിരകാല അഭിലാഷമാണ് സാർത്ഥകമായത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. വളരെ വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ വഴിവിളക്കുകൾ തെളിഞ്ഞു വന്നിട്ടുള്ളത്. ഞങ്ങൾ ഭരണത്തിൽ വന്ന സമയം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളത്തിനും വെളിച്ചത്തിനും എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ മെമ്പർ, നിങ്ങളുടെ സുബിത സുഭാഷ് അന്ന് വാർഡ് മെമ്പർ എന്ന സമയത്തും അതിനുശേഷം പ്രസിഡൻ്റായ സമയത്തും ഈ പ്രദേശത്ത് വഴിവിളക്കുകൾ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാസ്റ്റർ, ചേനം പരശുപടവ് പാടശേഖര സമിതി പ്രസിഡന്റ് PP ബിജു, PB ഷാജൻ, അമ്പിളി പ്രദീപ്, ജ്യോതി ബാസു, ചേർപ്പ് KSEB AE എന്നിവർ സംസാരിച്ചു.